നമസ്കാരം, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് വേറെവർ യു ആർ. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു വീക്കെൻഡാണ്. നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങി. നമ്മൾ ഇന്ന് പോകുന്നത് വന്ത്രി ലേക്ക് എന്ന് പറയും. ഒരു ലേക്കാണ്, ഒരു തടാകം. ബോംബെയിൽ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ കഷ്ടി ഉണ്ടാവും. എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് ഏകദേശം ഒരു 60 കിലോമീറ്റർ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഞാൻ തന്നെ പലപ്പോഴും ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്ത സ്പോട്ട് ചിലപ്പോൾ ഇതായിരിക്കാം, വന്ത്രിയിലേക്ക്. കാരണം മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ഭംഗി, അതായത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിൽ. ഞാൻ ഈ മഴക്കാലത്ത് തന്നെ 2-3 വട്ടം പോകാറുണ്ട്. ബൈക്കായും കാറായും ഫാമിലിയായി പോയി പിക്നിക്ക് ചെയ്യാനൊക്കെ പറ്റും. ഒരു വലിയ തടാകം, അതിന് പോണ വഴിയിൽ നിറയെ ചെറിയ ചെറിയ വാട്ടർഫോൾസ് ഒക്കെ ആയിട്ട് വളരെ രസമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക കേട്ടോ. താങ്ക് യു. പോണ വഴിക്ക് കട്ട ട്രാഫിക് കിട്ടി ഗൈസ്, കണ്ടില്ലേ? കംപ്ലീറ്റ് ട്രക്സും ട്രെയിലേഴ്സാണ്. ഇതൊക്കെ ഗുജറാത്ത് പോണ വണ്ടികളാണ്. നമ്മൾ പോണ ഈ ലേക്ക് ഗുജറാത്ത് പോണ, ബോംബെയിൽ നിന്ന് ഗുജറാത്ത് പോണ റൂട്ടിലാണ്. അപ്പോൾ ഈ ട്രക്കുകളുടെ ഇടയിൽ നമ്മൾ പെട്ട്. ഞാൻ പതുക്കെ സർവീസ് റോഡ് കൂടി പിടിച്ചു. കാരണം ഇതിൽ കൂടെ പിന്നെ ബൈക്കായ കാരണം നമുക്ക് സർവീസ് റോഡ് കൂടി പെട്ടെന്ന് കടന്നു കിട്ടും. റൈറ്റ്സ് പെട്രോൾ പമ്പിൻ്റെ ഉള്ളിൽ കൂടി കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ നോക്കിയാൽ എല്ലാതും വലിയ വലിയ ട്രക്സും ട്രെയിലേഴ്സാണ്. ഒരൊറ്റ പാസഞ്ചർ വെഹിക്കിൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കംപ്ലീറ്റ് ട്രക്കുകൾ വന്നിട്ട് ബ്ലോക്കായി കിടക്കുകയാണ്. ഇത് ഇവിടെ സാധാരണമാണ്. ഇത് അത്ര സർപ്രൈസ് ആയിട്ടൊന്നുമില്ല. ഇവിടെ ഒരു കയറ്റം, കുറച്ചൊരു മല പോലത്തെ ഒരു സ്ഥലമുണ്ട്, കുറച്ച് കയറ്റമൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ പലപ്പോഴും ട്രക്കുകൾ ബ്രേക്ക് ഡൗൺ ആവാറുണ്ട്. ഒരു ട്രക്ക് ബ്രേക്ക് ഡൗൺ ആയാൽ പിന്നെ കഴിഞ്ഞു. പിന്നെ വണ്ടികളൊക്കെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ കുത്തി കയറ്റി ആകെ മൊത്തം ട്രാഫിക്കാക്കും. ബൈക്കായ കാരണം നമുക്ക് ഇങ്ങനെ സർവീസ് റോഡിൽ കൂടെ ഇങ്ങനെ പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മളിപ്പോൾ അടുത്ത ഡൈവേർഷനുള്ള സ്ഥലത്തെത്തി. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോംബെ, റൈറ്റ് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുജറാത്ത് സൈഡ്. പക്ഷേ റൈറ്റ് നമുക്ക് നേരെ റൈറ്റ് പോകാൻ പറ്റില്ല. നമ്മൾ നേരെ പോയിട്ട് കറങ്ങിത്തിരിഞ്ഞ് റൈറ്റ് പോകേണ്ടി വരും. അല്ലാണ്ട് ഇവിടുന്ന് നേരെ റൈറ്റ് എടുക്കാൻ കറക്റ്റ് അതിന് ഓപ്ഷനില്ല. അപ്പം നമ്മൾ നേരെ ഒരു പാലത്തിൻ്റെ ഒരു ഫ്ലൈ ഓവർ മാതിരി ഇങ്ങനെ വളഞ്ഞ് നമ്മൾ ഗുജറാത്ത് ഹൈവേക്ക് കയറും. ഗുജറാത്ത് ഇവിടെ നിന്ന് ഏകദേശം അഹമ്മദാബാദ് ഇവിടെ നിന്നൊരു 550 കിലോമീറ്റർ ഉണ്ടാവും ഇവിടെ നിന്ന്. അങ്ങനെ ചെറിയ മഴ കിട്ടി ഗൈസ്. അപ്പം നമ്മളൊന്ന് കയറി നിൽക്കാമെന്ന് വിചാരിച്ചു. ബോംബെയിൽ ഇക്കൊല്ലം ജൂണിൽ ഒട്ടും മഴ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ജൂലൈ ഫസ്റ്റ് വീക്ക് ആയപ്പോൾ മഴയോട് മഴ, വെള്ളപ്പൊക്കം. ആകെ ബോംബെ മുക്കി. അതായത് ജൂണിൽ മഴ പെയ്യാണ്ടിരുന്ന ഡെഫിസിറ്റൊക്കെ ജൂലൈയിലത്തെ ഒരാഴ്ചയോടുകൂടി തന്നെ തീർത്തു. ഇപ്പോൾ 2 ദിവസമായിട്ട് മഴ ഇത്തിരി കുറവാണ്. ജസ്റ്റ് ക്ലൗഡിയാണ്, പക്ഷേ മഴ പെയ്യണമെന്നില്ല. മഴയൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ വെച്ച് പഠിക്കാൻ ഈ വഴി അത്യാവശ്യം നല്ല വഴിയാണ്. അപ്പോൾ ഒന്ന് കൈ കൊടുത്ത് പോകാമെന്ന് വിചാരിച്ചു. പോണ വഴിയിൽ ഗുജറാത്തികളുടെ ഒരു അമ്പലമുണ്ട്. ഒരു ജൈൻ മന്ദിറാണെന്ന് തോന്നുന്നു, കണ്ടിട്ട് അതുപോലെ ഉണ്ട്. ഈ വഴിക്ക് പോകുമ്പോൾ എപ്പോഴും ഇത് കാണാറുണ്ട്. കയറണം എന്ന് വിചാരിക്കാറുണ്ട്. ഇതേവരെ കയറിയിട്ടില്ല. അപ്പോൾ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു, എങ്ങനെയാണ് ഇതിൻ്റെ അവിടുത്തെ അവസ്ഥ എന്നുള്ളത്. मंदिर नहीं जा सकते? हाँ, अच्छा. तो कितना बजे तक खुला रहेगा? कितना बजे तक खुला रहेगा? रात में 9 बजे. अभी कितना हो गया? अभी 8:17 हो गया. 11 बजे खुला रहेगा. दिन में 11 बजे वापस आते वक्त. हाँ, वापस आते वक्त. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ നമ്മുടെ ജാക്കറ്റും ഷൂസും റൈഡിങ് പാൻസൊക്കെ അഴിച്ച് വെക്കണം. അപ്പോൾ ഞാൻ അവരോട് തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് പറഞ്ഞ് വിട്ടു. പിന്നെ അവിടെ കയറിയ സമയം ചുറ്റും. അപ്പോൾ വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ സ്ഥലം വിട്ടു. അപ്പോൾ നമ്മൾ എത്താറായി. അപ്പോൾ പോണ വഴിക്ക് ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു.
वड़ा पाव है ना? എല്ലായ്പ്പോഴും വടാപ്പാവ് കഴിക്കാറ്. ഇന്ന് മാറ്റി ഒരു ബോണ്ട മാറ്റൊരു സാധനം, സ്വീറ്റാണിത്. രസമുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. ഒരു ചായയും. ചായ കൂടി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് വന്ത്രിയിലേക്ക് എത്താറായി. ഇവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ഉള്ളൂ. ഇതാണ് മഹാരാഷ്ട്രയിലത്തെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൻ്റെ ഒരു ആംബിയൻസ്. ഇവിടെ 2 സൈഡും എന്തോ കൃഷിപ്പാടങ്ങളാണെന്ന് തോന്നുന്നു. മഴക്കാലമായ കാരണം നല്ല കുറച്ച് പച്ചപ്പ് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഉണങ്ങി കരിഞ്ഞ് കിടക്കുന്ന സമയമാണ്. കാരണം മഹാരാഷ്ട്രയിൽ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമുള്ള ഒരു പ്രദേശമാണ്. കാരണം ഇവിടെ ആകെ 3 കൊല്ലത്തിൽ 3 മാസമാണ് മഴ ലഭിക്കുള്ളൂ. നമ്മുടെ നാട്ടിലത്തെ മാതിരി എല്ലാ മാസങ്ങളും 365 ദിവസം മഴ ലഭിക്കില്ല. അതുകൊണ്ട് വെള്ളത്തിൻ്റെ കാര്യമൊക്കെ ഇവിടെ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. കണ്ടില്ലേ വെള്ളമൊക്കെ ചുമന്ന് കൊണ്ടുപോകുന്നത്. അങ്ങനെ നമ്മൾ അവസാനം വന്ത്രിയിലേക്ക് എത്തി. ഇതാണ് വന്ത്രിയിലേക്ക്. ഇവിടെ കുറച്ച് ബൈക്കേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ വന്ത്രി ഒരു ചെറിയൊരു വ്യൂ കാണാൻ പറ്റും. യെസ്, ദിസ് ഈസ് വന്ത്രി ലേക്ക്. അപ്പോൾ വെള്ളമൊക്കെ കലങ്ങി കിടക്കാം മഴയായ കാരണം. മഴ സ്റ്റാർട്ടിങ്ങിലല്ല, കാരണം എല്ലാ ചെളിയും കുത്തിയൊലിച്ച് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ല നീല കളറായിരിക്കും വെള്ളത്തിന്. അങ്ങനെ നമ്മൾ വന്ത്രി ലേക്കിൻ്റെ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് നമ്മൾ. എനിക്ക് ഇതുപോലെയുള്ള റോട്ടിൽ കൂടെ ബൈക്ക് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ട്രാഫിക്കും ഇല്ല, 2 സൈഡും നല്ല പച്ചപ്പ്, ഒരു ചെറിയ വീതി കുറഞ്ഞ ടാറിട്ട റോഡ്. ഇതാണ് എനിക്ക് ബൈക്ക് ഓടിക്കാൻ ഏറ്റവും പെർഫെക്റ്റ് റോഡ്. അങ്ങനെ പോയി ഈ പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഈ പാലത്തിൻ്റെ അടിയിലൊരു സ്പോട്ട് കണ്ടു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം വണ്ടി അങ്ങോട്ട് ഒന്ന് ഇറക്കണമെന്ന്. ഇത്തിരി റിസ്ക്കിയുള്ള സ്ഥലം തന്നെയാണ്, എന്നാലും എൻ്റെ ഒരു കഴപ്പ് വണ്ടി അങ്ങോട്ട് ഇറക്കിയേ തീരും. അപ്പോൾ ഇനി അതിൻ്റെ അഭ്യാസങ്ങളാണ് വണ്ടി അടിയിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ളതിൻ്റെ.
എങ്ങനെയുണ്ട് ഈ സ്ഥലം? ആ പാലത്തിൻ്റെ അടിയിലത്തെ നമ്മൾ റിസ്ക് എടുത്ത് ഇറക്കിയ സ്പോട്ട്. പാലത്തിൻ്റെ അടിയിലേക്ക് സുഖമായിട്ട് ഇറങ്ങിപ്പോന്നു. ഇനി മുകളിലേക്ക് കയറ്റാനാണ് പണി. അപ്പോൾ കയറ്റുമ്പോൾ വീഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കാനായിട്ട് അവിടെ 2-3 ആൾക്കാരോട് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. അവരവിടെ സ്ഥലം കാണാൻ വന്നു തന്നെയാണ്. ഇതേമാതിരി അവരോട് പറഞ്ഞത് നിൽക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കയറി സേഫായിട്ട് തന്നെ കയറി, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ അവരോടും ഒരു താങ്ക്സ് പറഞ്ഞ് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പുറപ്പെട്ടു. താങ്ക് യു. താങ്ക്സ്. ഇതാണ് അടുത്ത സ്പോട്ട്. ഇവിടെ മുൻപ് വന്നിട്ടുള്ള കാരണം എനിക്ക് ലൊക്കേഷനൊക്കെ നല്ല പരിചയമാണ്. ഇവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. ഇപ്പോൾ വെള്ളം എത്രയുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഒന്ന് പോയി നോക്കാം നമുക്ക്. ഇവിടെ ഈ ബൈക്കുകൾ പാർക്ക് ചെയ്തേക്കണ കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം വെള്ളമുണ്ട് വാട്ടർഫോൾസിൽ. ഇതൊക്കെ കുളിക്കാൻ വന്ന ആൾക്കാരാണ്, അവരുടെ ബൈക്കുകളാണ് ഇതൊക്കെ. എടമോനെ, എങ്ങനെയുണ്ട് ഈ വാട്ടർഫോൾസ്? പൊളിച്ചു. അങ്ങനെ വാട്ടർഫോൾസ് കണ്ട ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് യാത്രയായി. എന്തായാലും ഒരു നല്ലൊരു സോളോ റൈഡ് ട്രിപ്പായിരുന്നു. ഒരുവിധം നല്ല സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി, നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ച് വരുന്ന വഴി കട്ട ട്രാഫിക്. ഈ പാലത്തിൻ്റെ മുകളിൽ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ ട്രാഫിക് ബ്ലോക്കിൽ കിടന്നു. എന്തായാലും ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ബ്ലോഗിൽ കാണും വരെ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.